ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഉണക്കമീൻ വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഉണക്കമീൻ കറി കേട്ടോ. അതും നമ്മൾ മാങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കൊട്ടും താമസിക്കാതെ തന്നെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട മീൻ എടുത്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇടാം. നമുക്ക് ഉപ്പുള്ള മീനാണല്ലോ, അപ്പോൾ ഉപ്പ് കുറച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരം വെള്ളത്തിൽ ഇടാം. അതല്ലെങ്കിൽ അല്ലാണ്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് വേറൊരു ചട്ടിയിലേക്ക്, കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മാങ്ങയും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് പുളി ഇല്ലാത്തതാണെങ്കിൽ തക്കാളി ചേർത്താൽ മതി കേട്ടോ. പുളിയുള്ള മാങ്ങയാണെങ്കിൽ തക്കാളി ചേർക്കണ്ട. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് വെന്ത് പകുതി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഉപ്പ് നോക്കിയാൽ മതി. അതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഉപ്പ് കൂടി പോവേ. ഇനി നമുക്ക് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സി ജാറിലേക്ക് 2 അല്ലി ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വരുന്നതേ ഉള്ളൂ, അത്ര അങ്ങോട്ട് വെന്തിട്ടില്ല. മാങ്ങയൊന്നും അധികം അങ്ങോട്ട് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ വേകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഒന്നുകൂടെ ഒന്നിരുന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയും തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ല, നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ മീനൊക്കെ ആണെങ്കിൽ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ കറി ഉപ്പൊക്കെ പിടിച്ച് വരുന്ന കുറച്ച് കഴിഞ്ഞ് തണുത്തൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ഉപ്പ് പിടിക്കണമല്ലോ, നമ്മൾ രണ്ടാമത്തെ ചേർത്തല്ലേ, ഉപ്പ് കളഞ്ഞിട്ട് പിന്നെ ചേർത്തല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് തളിച്ചൊഴിക്കാം. അപ്പോൾ കടുകൊക്കെ താളിച്ച് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് കഴിക്കുന്നത് കപ്പ കേട്ടോ, ഉണക്കക്കപ്പ പുഴുങ്ങിയതുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് കുറച്ച് ഉണക്കക്കപ്പ പുഴുങ്ങിയത്, പിന്നെ അതിൻ്റെ കൂടത്തിലേക്ക് നമ്മൾ അവയൊക്കെ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ മീൻ കറിയും അതുപോലെ കുറച്ച് മോര് കറിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമീനും ഉണക്കക്കപ്പയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ.